രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്കാവും കൊണ്ടുപോകുന്നത്. ഒരു ദിവസമെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക എന്ന ആ ഒരു ലക്ഷ്യം ഇവന്മാർ നേടിയെടുത്തു. അതുകൊണ്ടാണ് വളരെ പ്ലാൻഡായി ഞായറാഴ്ച പുലർച്ചെ ഏതാണ്ട് 12:30 അറസ്റ്റ് ചെയ്തു. തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട AR ക്യാമ്പിൽ കൊണ്ടുവന്നു. അവിടുന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അന്നേരം ഇവർക്ക് കൃത്യമായിട്ടറിയാം, പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, സമാനമായ 3ാമത്തെ കുറ്റകൃത്യമാണിത്. ഇദ്ദേഹത്തെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒളിവിൽ പോകും, അതല്ലെങ്കിൽ പരാതിക്കാരെ കൊലപ്പെടുത്തും, കേസന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ഇത്തരത്തിലൊക്കെയുള്ള വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്ന ആളെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇത്രയും സെൻസേഷണലായ ഒരു വാർത്ത, സകല മാധ്യമങ്ങളും മാധ്യമ ജഡ്ജിമാർ ഇയാളെ കൊലയ്ക്ക് ഓൾറെഡി വിധിച്ചിരിക്കുന്ന കേസാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഒരു വിധി പറയുവാൻ മജിസ്ട്രേറ്റുമാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അന്നേരം അവരും റിസ്ക് എടുക്കത്തില്ല. അവരും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു 14 ദിവസത്തേക്ക് അങ്ങ് റിമാൻഡ് ചെയ്യും. അപ്രകാരം ഒരു താരിഫ് അനുസരിച്ച് അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തെ ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചിരുന്നത് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുവാനുള്ള ഒരു കേസാണിത്. കാരണം ഈ 3 കേസുകളും പരിശോധിക്കുന്നവർക്കറിയാം, എല്ലാം സമാനമായ ഒരേ തിരക്കഥാകൃത്ത് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കഥ പോലെയാണ് നമുക്ക് തോന്നുവാൻ സാധിക്കുന്നത്. പരിചയപ്പെടുന്നു, കുട്ടിയെ വേണമെന്ന് പറയുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ആ ബലാത്സംഗം ചെയ്ത ആൾക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ കൊണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട ഇര കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ഇര ഇവരുടെ പുറകെ നടക്കുന്നു. എന്നിട്ട് അത് ബലാത്സംഗമാണെന്ന് ആരോപിക്കുന്നു. ഇതൊന്നും കോടതിയിൽ യാതൊരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഗർഭചിത്രം, എല്ലാത്തിലും ഗർഭചിത്രമുണ്ട്. ഇതിനകത്ത് വ്യത്യസ്തം പറഞ്ഞ ഗർഭചിത്രം, അതായത് അപ്രകാരം ഒരു ഭ്രൂണമെടുത്ത് DNA ടെസ്റ്റിന് വരെ ഒരുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കോടതിയിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും, പൊളിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അവരുടെ ആഗ്രഹം നടന്നു. കാരണം ഇതൊരു പാർട്ടിയല്ല, 3 കൂട്ടരുടെയും ആവശ്യമാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും അകത്തിടുക എന്നത്. അത് അവർ സാധിച്ചെടുത്തു. പക്ഷേ ഈ വരുന്ന വാർത്തയുടെ എല്ലാം അടിയിൽ നോക്കുക, ITV ന്യൂസിൻ്റെ അടിയിൽ മാത്രമല്ല, സകല മാധ്യമങ്ങളും, രാഹുലിനെ കൊലവിളിക്കുന്ന സകല മാധ്യമങ്ങളുടെയും അടിയിൽ ജനങ്ങളിടുന്ന കമൻറ്റ് നോക്കുക. അതാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണം. ഈ നാടകത്തിലൊന്നും ഇത്രയും കഴിഞ്ഞ 4.5 മാസം തുടർച്ചയായി രാഹുലിനെ വേട്ടയാടിയിട്ടും ഇതൊന്നും ജനങ്ങളെ ബാധിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന കാര്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. രാഹുൽ ഇപ്പോൾ ജയിലിൽ പോകുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ചേർന്ന്, രാഷ്ട്രീയക്കാർ ചേർന്ന് ഇപ്രകാരം ഒരു നാടകം ഒരുക്കുമ്പോഴും മാധ്യമ വിചാരണ നടത്തുമ്പോഴും ജനങ്ങൾക്ക് പരമാർത്ഥം തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രേക്ഷകരെ, നിങ്ങൾ കാണാൻ പോകുന്നത് ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പേരാണ് ലോകമെമ്പാടും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വവേല പൊള്ളാച്ചിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുന്നത് കള്ളക്കേസല്ലേ ഇതൊക്കെ? ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ ഒരു പരിപാടി? അത് പാതിരാത്രിക്ക് ഒരു ദിവസം ജയിലിൽ ഇടാൻ വേണ്ടിയാണ്. അത് കറക്റ്റ് ഞായറാഴ്ച ഇന്ന് കോടതിയില്ല. വളരെ പ്ലാൻഡാ. അതുപോലെ കേക്കത്തിനും സംഘവും വളരെ ഹാപ്പിയാ. കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ വിദ്വേഷം മൊത്തം പിണറായിലേക്ക് പോവുകയും ചെയ്യും, ഇതിന്റെ ഗുണം കോൺഗ്രസിന് കിട്ടുകയും ചെയ്യും, ഇവനെ തീർക്കുകയും ചെയ്യാം. ഇതിന്റെ ലക്ഷ്യം ഇത് എന്തോ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ദിവസം അങ്ങ് വേട്ടയാടുക. അതുമല്ല, പഴയകാലത്ത് അമ്മമാര് കാത്തു സൂക്ഷിച്ച മാനമൊക്കെ ഇവളുമാര് വാരി വലിച്ചെറിയല്ലേ. നെറ്റ് വന്നെന്നും പറഞ്ഞു മാനം കെട്ടവളുമാര്. ഇവളുമാര് കാണിക്കുന്ന എന്തൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്നവരെ പെണ്ണുങ്ങൾ, നമ്മളും പെണ്ണ് തന്നെയാ. പെണ്ണായി ഇങ്ങനെ അങ്ങ് തുനിഞ്ഞിറങ്ങരുത്.
നാണം കെട്ടോളുമാര്. അതിനൊപ്പം ഈ രാത്രിയും നേരം വെളുക്കുന്നതിന് മുമ്പ് പോയി ഒരു ചെറുക്കനെ അറസ്റ്റ് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, അവന് കഴിവുണ്ടോന്നും മിടുക്കനാന്ന് ഇവനുകൾക്കറിയാം. ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ഇവൻ എല്ലാ തരത്തിലും മത്സരിക്കും എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് വീണ്ടും ഇവന്മാർ ഇത്തരത്തിൽ സംഘം ചേർന്ന് ഇപ്പൊ കണ്ടോ BJPയുടെ നേതാവിനോടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇന്നലെ. ഇതിപ്പോൾ ഇതാ ഇടതുപക്ഷം അറസ്റ്റ് ചെയ്യുന്നു, കോൺഗ്രസ്സുകാരന്മാരെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. VD സതീശൻ വെളിയിൽ പോയേക്കായിരുന്നു. അവൻ ഇതിന്റെ ആസൂത്രണം എല്ലാം കഴിഞ്ഞ് ഇവനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതാവൻ പതുക്കെ ഇന്ന് ഇതാ കളത്തിൽ ചാടിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യ പ്ലാനിങ് ആണെന്ന് നമുക്ക് കണ്ടാൽ ഇത് ആർക്കാ മനസ്സിലാകാത്തത്? അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും, അത്ര ബുദ്ധിയില്ലാത്തവരല്ലാരും. അപ്പൊ എന്താ പട്ടാപ്പകന് പോയിക്കൂടെ? പകൽ തന്നെ സമയമില്ലേ? അപ്പൊ അതല്ല, ആ സമയത്തൊന്നും അവനെ കസ്റ്റഡിയിൽ എടുക്കാനോ അവനെ പിടിക്കാനോ പറ്റത്തില്ല. അതിന് കരുതി കൂട്ടിയുള്ള നീക്കം തന്നെ ഇത്. എന്താ ഒരിത്, ഇങ്ങനെയാണ് ഒരു ചെറുക്കനെ വേട്ടയാടുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവനെന്നെ ശ്രീകൃഷ്ണനാ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളെ കൊച്ചുങ്ങളും ഉണ്ടാക്കാൻ? ഇവിടുമാർ എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടുമാരുടെയൊക്കെ ധാരണ എന്തുവാണെന്നറിയാം, കുറെ കാശും വാങ്ങിയിട്ട് കുറെ അവളുമാര് വേണ്ടാത്ത കഥയെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു നാശം കാണിക്കുകയല്ലേ. നല്ല ഭരിക്കാൻ കഴിവുള്ള ഒരു ചെറുക്കനെ പിടിച്ച് ദേവാസത്തിന് ഇവന്മാരെയൊക്കെ കള്ളത്തരം വെളിയിൽ വരും. ഇവന്മാരൊക്കെ ഏതെല്ലാം കള്ളത്തരം കാണിക്കപ്പെടുന്ന ആർക്കറിയാം. അതിനു വേണ്ടിയിട്ട് ഈ ചെറുക്കനെ മനഃപൂർവ്വം ഇവൻ വരരുതെന്ന് അരക്കോ കരുതിക്കൂട്ടിയുള്ള ഇതാ. ഇവനൊരിക്കലും രാഷ്ട്രീയത്തിൽ വരരുത്, മാറ്റി നിർത്തണം. ഇതൊക്കെയാണ് അവരുടെയൊക്കെ ചിന്താഗതി. ഇതുപോലെ ഒരു ചെറുക്കൻ വന്നാൽ നാളെ നല്ലൊരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ കള്ളം പൊട്ടും, മുഴുവൻ കള്ളത്തരം വെളിയിൽ വരും. ഈ ഒരു കേസല്ലാതെ വേറെന്തെങ്കിലും എടുത്തിടാൻ പറ്റും ഇവന്മാരെയും കൊണ്ട്? കേട്ടപ്പോ അയ്യോ, എനിക്കത് കാലത്ത് ഇത് കേട്ടപ്പോ മോനെ ഒരേ ഇത് പന്നത്തരം മാത്രമേ കാണിക്കുന്നുള്ളൂ, നല്ലത് ഇതിനകത്തൊന്നും കാണുന്നില്ല. എന്റെ ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുക. VD സതീശനൊന്നും ഇതുവരെ കാണിച്ചില്ല, ഒന്നും പറഞ്ഞു കാണുന്നില്ല. ഇതിന്റെ കറക്റ്റ് ആസൂത്രണത്തിന് വേണ്ടി വെളിയിൽ പോയേക്കല്ലായിരുന്നോ? ഇവനെല്ലാം മഹാമോശം. ഇവന്മാരെയൊക്കെ എടുത്ത് ദൂരെ എറിയണം, വലിച്ചെറിഞ്ഞിട്ട് വേണം ചെറുപ്പക്കാർ വരണം രംഗത്തിലേക്ക്. ഇവന്മാരൊന്നും ആകില്ല. ഇനി ഇവന്മാരൊക്കെ ഇരുന്നാലുണ്ടല്ലേ രാജ്യം മുടിഞ്ഞു പോകും, നാശമാണ്. കേരളം മൊത്തത്തിൽ മുടിയാൻ പോകും ഇതുപോലുള്ള കുറെ എണ്ണ. ഒരു പിണറായിയുടെ ഭരണമേ അല്ല. ഇപ്പം കൊള്ളയും കള്ളയൊക്കെ വരുമ്പോ അവിടെ അവസാനം അവിടെ വന്നെങ്കിലും സീൽ ഉറപ്പാവുള്ളൂ. അതെല്ലാവർക്കും അറിയാം. പിന്നെന്തോ ആരും കയറി പിടിക്കുന്നില്ല ഇതുവരെ. എല്ലാം വരും, അവസാനം എല്ലാത്തിന്റെ മണ്ടം വരും. എല്ലാം ഈശ്വരനല്ലേ കാണും. ദൈവം രാഹുലിനെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നു. അനിമോൾ എന്നാണ് എന്റെ പേര്. സത്യത്തിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേക്കുന്ന ഒരാളെ ഇന്ന് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് എന്റെ ഒരു ഫ്രണ്ടിന്റെ മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവളോട് സംസാരിക്കുമായിരുന്നു ഈ നമ്മുടെ രാഹുലിന്റെ കാര്യത്തില്. അപ്പൊ അവളാണ് എന്നും കുർബാനയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാ. അപ്പൊ ഭയങ്കര ഒരു വിഷമേടി, ഒരു ബാഡ് ന്യൂസ് ആന്ന് പറഞ്ഞു. നോക്കുമ്പോ രാഹുലിനെ അറസ്റ്റ് ചെയ്തെന്ന്. ഇത് തന്നെ ഒരു പുതിയ അവതാരം വന്നേക്കുന്ന എവിടുന്നാന്നേ? ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്തു, അടുത്ത മന്ത്രിയിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ. അതെ, അത് ഞാൻ അവളെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ, അവക്ക് നിങ്ങളോടൊന്നും മിണ്ടണമെന്ന്. ഹലോ സാർ, എന്റെ പേര് ഷീബ മാത്യു. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ സാർ, എന്താ പ്രശ്നം? ആ ചെറുക്കൻ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്ന എല്ലാരും കൂടെ? തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്ക് വരുന്ന ഘട്ടമായപ്പോഴല്ലേ ഇത്? അത് തന്നെ സാർ. അതായത് കോൺഗ്രസിൽ ഒരുത്തനെങ്കിലും അവനൊരു സപ്പോർട്ട് പറയത്തില്ലേ? അവന്റെ ആയ കാലം തൊട്ട്, അവന് അറിവ് വെച്ച കാലം തൊട്ട് ഇത്രയും നാള് കോൺഗ്രസിന് വേണ്ടിയിട്ട് അവന്റെ ചോര നീരാക്കിയവനാ. ഞങ്ങളൊന്നും വാരുവല്ല സാർ, ഞങ്ങളൊക്കെ അവിടം വിട്ട് ഇവിടെ വന്നിട്ട് വർഷങ്ങളായി. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് നല്ല നാട് വേണം. എന്റെ മോൻ അവിടെ പഠിക്കുന്നുണ്ട്, എന്റെ മോന് എറണാകുളത്താ പഠിക്കുന്നത്. ഒരു നല്ല നാട് നല്ല നാളേക്കും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് ചെറുപ്പക്കാര് ഷാഫിയും രാഹുലും അവരെ പോലെ കഷ്ടപ്പെട്ടവരാരുമില്ല. ചാകാൻ കിടന്ന് ദ്രവിച്ചു പോയ കോൺഗ്രസിന് മുന്നോട്ട് ഇങ്ങനെ ഇവര് ചർച്ചയിൽ വരാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളൊക്കെ ഒന്ന് ടിവിയോ അല്ലെങ്കിൽ ഇവരുടെ ഇതൊക്കെ കാണാൻ തുടങ്ങിയ ഞങ്ങളുടെ ഒരു പ്രത്യാശ വന്നതും. ഇത്രത്തോളം അവനെ ദ്രോഹിക്കാനായിട്ട് അവൻ എന്തുവാ ചെയ്തത്? ഇങ്ങനെ ഓരോ ഇത് വരുമ്പോൾ ഓരോ ഫാബ്രിക്കേറ്റഡ് കേസ്, അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ ദേ ഇമെയിൽ എവിടുന്നോ ഒരു പരാതി, എന്നെ കാനഡയെന്നോ, എന്തോ ചെയ്യാൻ പറ്റും? ഇത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് എന്ന് കൃത്യമായിട്ട്. ഇതെല്ലാം കോടതിയിൽ നിൽക്കുന്ന കേസാണോ ഇത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഇന്നലെ പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രം, അപ്പൊ അതിനു മുമ്പേ അവർക്ക് കാര്യങ്ങൾ കിട്ടിയതാണ്. അവർ എത്ര സമയം എന്തിനാ എടുക്കുന്നേ? അല്ല, ഇപ്പോഴാണ് സമയം നോക്കിയത്. കാരണം ഇപ്പോഴാണല്ലോ തന്ത്രി വിഷയം ആളി കത്തി വലിയ അവതാളത്തിലേക്ക് പോകുന്നത്.
ഞാനൊന്ന് ഇടപെട്ടെ. അതായത് ഇന്നലെ 2-3 യൂട്യൂബ് ചാനൽസ് അവര് പറയുന്നുണ്ട് ഇന്ന് മിക്കവാറും നാളെ അവന്റെ പേരിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന്. അവര് ചുമ്മാ ഒന്ന് പറഞ്ഞത്. അതായത് ഇന്ന് ഇപ്പൊ ഇതിലേക്ക് ഇത് വിഷയം മാറുന്നത് കൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും രാഹുലിന്റെ പുറത്തോട്ട് തന്നെ പോകത്തുള്ളെന്ന് അവരൊരു വെറുതെ ഒരു വാക്ക് പറഞ്ഞത്. പക്ഷെ വെറുതെ പറഞ്ഞതായിരിക്കും, ഒരു കാൽക്കുലേഷനോട് കൂടി ആയിരിക്കും അവരും പറഞ്ഞത്. ഇത് കാണുമ്പോൾ അറിയത്തില്ലേ, ഇത് ആളുകൾ മണ്ടന്മാരല്ലോ, ഇവന്മാരുടെ ലക്ഷ്യവും ഇത് ഡയമെൻഷൻ വരുന്നത് കാണുമ്പോഴും അറിയത്തില്ലേ ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ ഒന്ന് പറ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ? ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊന്നും സംഭവിക്കത്തില്ല. ഇതിൽ കൂടുതൽ ഇനിയും കഴിഞ്ഞ 4.5 മാസമായിട്ട് ഇവനെ കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് അതിന്റെ തുടർച്ചയാണ്. ഇവനെ എത്ര ദിവസം ഇവനെ ഇവന്മാരെ ഇപ്പൊ കൊണ്ടുവന്നാലും അത് കോടതിക്ക് കാര്യം മനസ്സിലാകും, അവന് ജാമ്യം ലഭിക്കും. ഇവന്മാർ ഇന്ന് കണ്ടോ, കോടതി ഇല്ലാത്ത ദിവസം നോക്കി ഇവനെ റിമാൻഡിൽ വിടാൻ വേണ്ടി തന്നെയാണ്. ഓരോ ദിവസമെങ്കിലും ജയിലിൽ ഇടാൻ വേണ്ടിയാണ് ഇന്ന് പൊക്കിയത്. ഇന്ന് ഞായറാഴ്ച. ഞാൻ ഈ ന്യൂസ് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് പാലക്കാട് ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ വിളിച്ചപ്പോ പറയുക അവങ്ങളൊക്കെ നേരം വിളത്തെ സംഭവം അറിയുന്ന. അതായത് PA കൂടെ ഇല്ലാത്ത സമയത്ത് രാത്രി കയറി, അതായത് റിസപ്ഷനിസ്റ്റിൽ നിന്ന് അവരുടെ ഫോൺ മേടിച്ച് അവൻ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു ഇത് ഉണ്ടാക്കിക്കൊണ്ടാണ് അവൻ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അവൻ എന്നാ ചെയ്ത്? അവൻ ആരെയെങ്കിലും കൊന്നോ? അവനൊരു കൊലയാളിയാണോ? 10-50 അതായത് എത്രയോ മനുഷ്യരെ കൊന്ന ഈ പിണറായി തൊട്ട് അവന്റെയൊക്കെ പരമ്പര ദ്രവിച്ചു പോകത്തിൽ സാർ. ഇത് എവിടെ വേണേലും കൊടുത്തോ. അതായത് അവന്റെ കുടുംബം കല്ലിന്മേൽ കല്ലില്ലാതെ നശിച്ചു പോണ സാർ. പിണറായി എന്ന് പറയുന്നവന്റെ കുടുംബം, അവന്റെ കൊച്ചുമക്കളോ, അവന്റെ സന്തതി പരമ്പര അറ്റുപോകും. ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന 2 മക്കളുടെ അമ്മയാണ് ഞാൻ. 2 മക്കളുടെ അമ്മയാണ് ഞാൻ. കണ്ണുനീരോടെ പറയുക, അവൻ ഒന്നുമില്ലാതെ പോകും. അവൻ ഒരുത്തം കാരണം എത്ര നമ്മുടെ കേരളമേ നശിച്ചു. ഞങ്ങളൊക്കെ നാട്ടിൽ വന്ന് ഭയപ്പെടാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഏതവൻ ഏത് നേരം നമ്മളെ കുത്തിക്കൊല്ലുക, ആ ഒരു ഭീതിയുണ്ട് സാർ. ഒരു വണ്ടിയെ പോകാൻ പറ്റത്തില്ല, ട്രെയിനെ പോകാൻ പേടിയാ. ഞങ്ങൾ ഇവിടെയൊക്കെ സേഫാ. എന്റെ കുഞ്ഞ് അവിടെ പഠിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അലേർട്ട് കൊടുക്കും, മോനെ സൂക്ഷിച്ചോണേ. ആരെങ്കിലും എതിർത്തിരുന്നവൻ കച്ചാവടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. എങ്ങനെ അമ്മ പേടിക്കാതെ. അവൻ പറഞ്ഞു അമ്മ പേടിക്കാതെ, അങ്ങനെയൊന്നും നടക്കത്തില്ല. എനിക്ക് പേടിയുണ്ട് സാർ. കേരളത്തില് വരാനും പേടിയാ, സകലതിനും പേടിയാ. എന്റെ റിലേറ്റീവ്സ് മുഴുവൻ അവിടെയാ. അതായത് ഇതുപോലെ നശിച്ചു പോയ ഒരു കേരളം ദൈവം വിടത്തില്ല. ഞങ്ങളൊക്കെ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീയാ ഞാന്. ദൈവം പ്രവർത്തിക്കും ഇതുപോലെ. ആ പാവം അമ്മേനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വ്യത എന്തുവായിരിക്കും? ഒരു മകനെ പെറ്റിട്ട് അത് കന്യകാമറിയ അനുഭവിച്ചതിനേലും കൂടുതൽ വ്യത ആ സ്ത്രീ അനുഭവിക്കുന്നത്. എന്തുവാ അവൻ ചെയ്ത ദ്രോഹം? ഇങ്ങനെ അവൻ ഇന്ന് കൊണ്ട് അകത്തിടുമായിരിക്കും, നാളെ അവന് സുപ്രീം കോടതിയിൽ കൂടെ പോയി അവന് വേണ്ടിയിട്ട് നീതി മേടിച്ചു കൊടുക്കും സാർ. ആരും ചെയ്യാൻ പറ്റുന്ന ഈ പ്രായത്തിൽ ഇല്ല കരയുമല്ലേ? വിഷമമുണ്ട്. ഇപ്പൊ നമ്മൾക്ക് സാർ ഞങ്ങളുടെ ആരുമല്ലവൻ. പക്ഷെങ്കിൽ എല്ലാമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലാ ഇത് നടക്കുന്ന കണക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നു. അത്രയും ഒരു ഇതുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യന് ഇതുപോലെ തകർക്കാൻ പറ്റും. എങ്ങനെയും മനുഷ്യന് ഇപ്പൊ എന്റെ മോൻ 20 വയസ്സായി, നാളെ അവന്റെ പേരിൽ ഒരുത്തിയെ വെച്ച് എന്തെങ്കിലും ഇപ്പൊ എന്റെ വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ വേണേ അതായിരിക്കും അടുത്ത ടാർഗറ്റ് ചെയ്യുന്നത്. എന്തുവാ സാർ നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാ പോകുന്ന? ഭ്രാന്തന്മാരുടെ ആലയം തന്നെയാ. ആർക്കും ഒരു നീതിയുമില്ല, ഒന്നുമില്ല. പഠിച്ചവനും പഠിക്കാത്തവനും എല്ലാം ആരാ പഠിച്ചവനെന്ന് പറഞ്ഞ് ഇതിൽ നടക്കുന്നത്. കേരളം എന്ന് കേട്ടാൽ സത്യം സാർ പേടിയാ, സത്യമായിട്ടും പേടി. അയ്യോ ഇതെന്തുവാ സാറേ, അവനെയൊക്കെ അർദ്ധരാത്രി കയറി അറസ്റ്റ് ചെയ്തത് ഉറങ്ങിക്കിടന്ന ചെറുക്കാന്. കോൺഗ്രസ് കയറുകയല്ല, കോൺഗ്രസിന്റെ വോട്ട് ചെയ്യുകയല്ല. BJP കയറിക്കോട്ടെ. TD സതീശന്റെ സംഘത്തിന്റെ കുശാഗ്ര ബുദ്ധി കണ്ടോ? കാരണം ഇവൻ വിദേശത്ത് പോയി ഇതെല്ലാം ആസൂത്രണം ചെയ്ത് തിരിച്ചു വന്നു. അന്നേരം അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ കലിപ്പ് മൊത്തം ഇടതുപക്ഷ സർക്കാരിന്റെ മേളിലേക്ക്, പിണറായിയുടെ മണ്ടയിലേക്കും തിരിയും. ആ ഗുണവും കോൺഗ്രസിന് കിട്ടും. ഇത്രയും കാലം ഇതെല്ലാം ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ കണ്ട ആസൂത്രണത്തോടെ ഇറങ്ങി വരുന്നത് ഇത് എത്ര കൃത്യമായിട്ട്. ഇനിയിപ്പം അതിനെ ഇറക്കാൻ ഒക്കുമോ സാറേ? ഇനി കോടതിയിൽ പോയാൽ അന്നേരം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് നോക്കിയിരുന്നു. ഞായറാഴ്ച നോക്കിയിരുന്ന് ഇന്ന് കോടതി ഇല്ലാത്ത ദിവസം നോക്കി തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ഇവനെ അകത്തിടുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. കേട്ടോ, കഴിഞ്ഞ ദിവസമാണ് മറ്റേ പരാതിക്കാരിയുടെ ഭർത്താവ് യുവമോർച്ച നേതാവാണെന്ന് ജനങ്ങൾ അറിഞ്ഞത്. BJP തന്നെ അവസാനം പണി കിട്ടുന്ന നിർദ്ദേശം കൊടുത്തു, രാഹുലിനെതിരെ ഇത് മറ്റു പണിയുമായിട്ട് പോകരുതെന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് BJPയുടെ അതിൻ്റെ അകത്തെ ഒരു ഇടപെടൽ മനസ്സിലായി. പിന്നെ സതീശന്റെ തുടക്കം മുതലേ അറിയാം ഇതിന്റെ എല്ലാം ആസൂത്രണമെന്ന്. അന്നേരം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് വീണ്ടും ഇതാ സ്വർണ്ണ ഇഷ്യൂ തന്ത്രിയിലേക്ക് വന്ന് അടുത്ത് മന്ത്രിയിലേക്ക് വരുമെന്ന് ആയപ്പോഴത്തേക്കും കറക്റ്റ് ആ സമയം നോക്കി ചെയ്തു.
അവനെ എങ്ങനെയും ഇറക്കാനുള്ള മണി എവിടെയെങ്കിലും നോക്കാൻ പറയണേ സാറേ. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതെല്ലാം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഞങ്ങളൊക്കെ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ പെരുമ്പട്ടിന്ന്. ഞങ്ങൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുവാ ഞങ്ങളെല്ലാരും. എന്ത് സംഭവിക്കാനായത്? ഇവരെ കോടതിയിൽ ഹാജരാക്കും, കോടതി കാര്യം മനസ്സിലാകും, രാഹുൽ പുറത്തു വരും. 4.5 മാസം കിടന്ന് വേട്ടയാടുകയല്ലേ, ഇതൊക്കെ എന്റെ തുടർച്ച ഇനിയും ഉണ്ടാവും. ഇനി ഒരു പോക്സോ കേസോടെ ചേർത്താനേ ഉള്ളൂ, അതും ഉണ്ടാവും, ഇതെല്ലാം വരും. ഈ കൊച്ചിനോട് ഇവർക്ക് തന്നെ ഇത്ര വലിയ വൈരാഗ്യത? കാരണം അതുകൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഈ 4.5 മാസം ഇവന്മാർ സംഘം ചേർന്ന് ആക്രമിച്ചിട്ടും ഇവന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ജനങ്ങൾ ഇവനെ വെറുത്തില്ല എന്ന് മനസ്സിലാക്കി ഇനിയും ഇവനെ വെറുപ്പിക്കാനും ഇവനെ ആയുഷ്കാലം പൊങ്ങാതിരിക്കാനും വേണ്ടി 3 പാർട്ടികളൂടെ ചേർന്ന് ഇവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ മനസ്സിലാക്കും. ദൈവമേ, ആ തള്ളയുടെ കണ്ണുനീര് ദൈവം കാണുന്നില്ലയോ ഭഗവാനെ, എനിക്ക് വയ്യ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.